അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. നോമ്പ് തുറക്കുമ്പോഴും ചായക്കടിയായിട്ടും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നത്. ഇതിന് ചെമ്മീൻ ഉണ്ട, മുളകൊടി ഉണ്ട, മസാല ഉണ്ട, ഉണ്ടപ്പുട്ട് എന്നിങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഫ്രൈങ് പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച 1 കിലോ ചെമ്മീൻ, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടി ചേർത്ത് മസാല പുരട്ടിയിട്ട് 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ച ചെമ്മീനാണിത്. ഇത് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം ആ ഫ്രൈങ് പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 5 വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 4 പച്ചമുളക് മുറിച്ചത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കേട്ടോ. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഞാൻ ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അരമുറി തേങ്ങ ചിരകിയതിൽ 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സാക്കിയ തേങ്ങ നമുക്ക് ചെമ്മീൻ കൂട്ടിലോട്ട് ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടപ്പുട്ടിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ആമീസിൻ്റെ പത്തൽ പൊടിയാണ് എടുത്തത്. നിങ്ങൾ പത്തൽ പൊടി ഏത് വേണമെങ്കിലും എടുത്തു, പക്ഷേ നൈസ് പത്തിരിൻ്റെ പൊടി ഇതിനെടുക്കരുത്. 1 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ പത്തിരിൻ്റെ മാവ് നമ്മൾ കുഴക്കൂലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈയോടെ തന്നെ മിക്സാക്കിയിട്ട് കുഴക്കുന്നതാണ് നല്ലത്. സ്പൂണോട് മിക്സാക്കിയിട്ട് കുഴക്കാൻ എന്തായാലും നമുക്ക് പറ്റൂല. ശരിക്കൊന്ന് ഇതുപോലെ ഉണ്ടായിരിക്കണം. നമ്മൾ സാധാ പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, അതേ പരുവത്തിൽ വേണം മാവുണ്ടാകാൻ. ഇനി നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. അതിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സും കുറച്ച് കയ്യിൽ തടവാൻ വേണ്ടിയിട്ട് ഓയിലും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവും കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ബോളാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്ന തടിയായിട്ട് പരത്തണ്ട കേട്ടോ, കാരണം മാവ് തടിച്ചതാണെങ്കിൽ നമുക്ക് അത് തിന്നുമ്പോൾ അതങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നേർമയായിട്ട് പരത്തുന്നതാണ് നല്ലത്. അങ്ങനെ നേർമയായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബോളാക്കി എടുക്കണം. ബോളാക്കി എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഇതുപോലെ മാവൊക്കെ വരില്ലേ, അതങ്ങ് എടുത്ത് മാറ്റണം. കാരണം മാവ് ഭയങ്കര തടിയിൽ വേണ്ടാന്നുള്ളത് കൊണ്ടാണ് ആ മാവൊക്കെ എടുത്ത് മാറ്റുന്നത്. നേർമയായിട്ടുള്ള മാവാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ബോളാക്കിയെടുക്കാം. നല്ലോണം ഒന്ന് ബോളാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതിൽ ഈ ഉരുളകളൊന്ന് ഉരുട്ടിയെടുക്കാം. മുഴുവനും ഒന്ന് തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഉരുട്ടിയെടുക്കാം. എല്ലാ ഉരുളകളും ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 20-25 മിനിറ്റ് ഇത് ആവി കയറ്റിയെടുക്കണം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇഫ്താറിന് ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.